രാജ്യങ്ങളെയും വിനോദസഞ്ചാരികളെയും അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും എല്ലാം പരസ്പരം കോർത്തിണക്കി എങ്ങനെ ടൂറിസം മേഖലയെ ഭാവിയിൽ കൂടുതലായിട്ട് വികസിപ്പിക്കാം, അതാണ് ഏറ്റവും പ്രധാനമായും ഇത്തവണ ATM ചർച്ച ചെയ്യുന്നത്. അടുത്ത മാസം മെയ് 1 വരെയാണ് മേള നീണ്ടു നിൽക്കുക. ഇത്തവണ കൂടുതൽ ആളുകൾ, കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 166 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 55,000 പേർ ട്രാവൽ ടൂറിസം മേഖലയിൽ നിന്നുമുള്ളവർ ഇവിടെ എത്തി ഇവിടെയുള്ള ഈ സന്ദർശകരുമായിട്ട് പങ്കുവയ്ക്കും. മാത്രമല്ല ഏതാണ്ട് 200ഓളം ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവർ സെമിനാറുകളിലും ക്ലാസ്സുകളിലുമൊക്കെ പങ്കെടുക്കുന്നുമുണ്ട്. ഏതായാലും മെയ് 1 വരെ നീണ്ടു നിൽക്കുന്ന ഇത്തവണത്തെ ഈ മേള മേഖലയുമായി ബന്ധപ്പെട്ട്, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. കേരളത്തിലെ എല്ലാ മേഖലയിൽ നിന്നുമുള്ളവർ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ എടുത്തു പറയേണ്ട ഒരു സാന്നിധ്യമാണ് ഇത്. കേരള ടൂറിസം ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, ഹോട്ടൽ രംഗത്തു നിന്നുമുള്ളവരുടെ സാന്നിധ്യം. കേരളത്തിൽ നിന്നുള്ള ഹോട്ടലിയേഴ്സ് ഉണ്ട്, ട്രാവൽ ഏജൻസ് ഉണ്ട്, കേരള ടൂറിസത്തിന്റെ ആൾക്കാരുണ്ട്. ആൻഡ് വി ഹാവ് ബീൻ ഗെറ്റിംഗ് ഹൈലൈറ്റഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നെറ്റ്വർക്കിങ്ങും നല്ല റിലേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ for sure this will take us to heights. ഓരോ രാജ്യവും തങ്ങളുടെ രാജ്യത്തിന്റെ സൗന്ദര്യവും സംസ്കാരവും കാഴ്ചവെച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ വരവേൽക്കുകയാണ്. പല സ്റ്റേജുകളിലായി പല മേഖലകൾ തിരിച്ചുള്ള ചർച്ചകളും ഈ തവണ ATMന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മെയ് 1 വരെയാണ് വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ കാഴ്ചകൾ ഇവിടെ പ്രദർശിപ്പിക്കുക. ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.